ബിഗ് ബോസ് സീസൺ 6 അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ റസ്മിൻ ബൈ പറഞ്ഞ് പോയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. അതായത് ഒരുപാട് കാത്തിരുന്നത് ഈ സീസൺ 6 തുടങ്ങി അന്ന് മുതൽ കാത്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ഇത്. വലിച്ചു നീട്ടി അങ്ങേയറ്റം അവസാനം വരെ കൊണ്ട് എത്തിച്ചിട്ട് ആണ് വിട്ടിരിക്കുന്നത്. കാരണം അത്രയും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരെ. ഇതിന് മുന്നേ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വീക്കെൻഡിൽ ഇതുപോലെ എവിക്റ്റായി പോയിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആവില്ലായിരുന്നു. ഇത് നെഗറ്റീവ് ആവാതിൻ്റെ മാക്സിമം നെഗറ്റീവായിട്ട് പുറത്തിറങ്ങി പോയ ഒരു സിറ്റുവേഷനിലാണ് റസ്മിൻ പോയിരിക്കുന്നത്. അപ്പോൾ ആ എവിക്റ്റായ ഒരു സംഭവം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്. കാരണം എപ്പിസോഡ് കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് അറിയാമായിരുന്നു ഈ പുള്ളിക്കാരി എവിക്റ്റ് ആയി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പിസോഡ് കാണാനുള്ള ത്രില്ലർ എലമെൻറ്റില്ല. പിന്നെ ആ ഒരു എവിക്ഷൻ പ്രോസസ്സ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് എപ്പിസോഡ് കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ വിഷമം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ബിഗ് ബോസ് നമ്മളൊക്കെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു എവിക്ഷൻ കണ്ട് അതൊന്ന് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടത്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ലാഗ് അടിച്ചു തുടങ്ങി. കാരണം വെറുപ്പിക്കല്ല അങ്ങേയറ്റം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊരു എപ്പിസോഡ് ഒപ്പിക്കാനുള്ളൊരു പരിപാടിയാണെന്ന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മനസ്സിലായി. കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏത് ലെവലിലോട്ട് പോകാനാണ്. അപ്പോൾ അതുപോലെയുള്ളൊരു വീക്കെൻഡ് എപ്പിസോഡ് ഒരു കാര്യം ചോദിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല, അവർക്ക് വേണ്ട ആളുകളെ ബൂസ്റ്റ് ചെയ്യുന്നു, പോകുന്നു, ഇത് തന്നെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എവിക്ഷൻ കണ്ടിന്യൂ ചെയ്തത്, അതായത് നിലവിലുള്ള ആളുകളെ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഈ വീക്ക് ഇതേ ആളുകളെ വെച്ച് തന്നെ എവിക്ഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പുറത്താണ്. കാരണം ഇനി അതിൻ്റെ അകത്ത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ടീമുകളിൽ ഒരു എവിക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നോറ ഉറപ്പായും പോകും. കാരണം ഒരു തരത്തിൽ നോറക്ക് അതിൽ നിൽക്കുന്ന ഒരാളെയും കടത്തി വെട്ടി വോട്ട് കിട്ടാനൊരു സാധ്യതയില്ല. പല ടൈമിലും നോറ ഏറ്റവും ലാസ്റ്റ് അതായത് എവിക്ഷൻ്റെ അറ്റത്തെത്തിയ ടൈമിലൊക്കെ എവിക്ഷൻ ക്യാൻസൽ ചെയ്ത് കളയുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോറയെ സേവ് ആക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്തായാലും ഒരു യൂസ് എന്ന് എനിക്കറിയുന്നു. അതേ ലിസ്റ്റ് വെച്ച് തന്നെ എവിക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോയി. അത് പിന്നെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ബുധനാഴ്ച ആയാലും ഇനിയിപ്പോൾ പുതിയൊരു ലിസ്റ്റ് ഇട്ട് വോട്ട് കൊടുത്തത് എനിക്ക് അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് ഇല്ല. എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു നോറ ഈ വീക്കും കൂടി സേവ് ആക്കുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ റസ്മിൻ്റെ എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു. അപ്പോൾ റസ്മിൻ ഓൾറെഡി പറഞ്ഞിരുന്നു റസ്മിൻ പോകുന്നു. ഇപ്പോൾ സായിഡൊക്കെ സംസാരത്തിലൊക്കെ നമുക്ക് അറിയായിരുന്നു റസ്മിൻ ഓൾറെഡി ഉറപ്പിച്ചാക്കിയാണ് പോകുന്നുള്ള കാര്യം ഉറപ്പിച്ചാക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം ജാസ്മിനായിട്ട് വന്നപ്പോൾ വരെ ഒരു പ്രതീക്ഷ ഉള്ളിൽ റസ്മിനായിട്ട് വന്നു, നീയാണ് പുറത്ത് പോകണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അതൊന്നും ആവശ്യമില്ല. കാരണം ജാസ്മിൻ അറിയാം ജാസ്മിൻ എന്തായാലും പോവില്ല, റസ്മിൻ തന്നെയാണ് പോകുന്നത്. അത് നീ കൂടുതൽ ആത്മാർത്ഥമൊന്നും കാണിക്കട്ടെ, പെട്ടെന്ന് വെട്ടിയെടുത്ത് ഇറങ്ങി പൊക്കോ എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു ജാസ്മിന്. പിന്നെ ഇവരുടെ ഒരു സീക്രട്ട് സംഭവം ഉണ്ടല്ലോ, ഈ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കണം. അതായത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചങ്ങ് സംസാരിക്കുമ്പോൾ രണ്ടുപേരെ മൈക്ക് പ്രസ്സായിട്ടിരിക്കും, അവർ പറയുന്നത് പുറത്തേക്കില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്ലാനിങ് ജാസ്മിനും റസ്മിനും തമ്മിൽ ഒരുപാട് തവണ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നീ പുറത്ത് പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ സെറ്റാക്ക്, അത് ഞാനിത് ചെയ്തോളാം എന്നുള്ള മൈൻഡാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങിയിട്ട് റസ്മിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ റസ്മിൻ പറയണത് അപ്സരയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല പ്ലെയർ എന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഇനി ഇതിൻ്റെ പ്ലാനുകൾ ബാക്കി വരാൻ പോകുന്നതൊക്കെ എന്താണെന്ന് ഒരു തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു തരത്തിൽ പിടിതരാത്ത രീതിയിലാണ് അപ്സരയൊക്കെ വലിച്ചിട്ട് ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് റസ്മിൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഇനി അടുത്ത ഇൻ്റർവ്യൂകളിൽ വരും. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഈ ഒരു ബാധ, അതായത് ഒഴിയാബാധയായിട്ട് കിടന്നിരുന്ന സാധനം പോയത് കൊണ്ട് തന്നെ വലിയ ആശ്വാസം. നീ പുറത്ത് കിടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോ, നമുക്കൊരു പ്രശ്നമില്ല. ഇനി ഒരുപാട് ഇൻ്റർവ്യൂകൾ വരും, അതിൽ പല കാര്യങ്ങളും വെളുപ്പിക്കലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയത് തന്നെ വലിയൊരു സമാധാനം. അത്രയും റസ്മിൻ്റെ അതിലെ ഏറ്റവും വലിയ ശത്രു ജിൻഡോ ആയിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ സത്യം സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജിൻഡോയുടെ ആ ഒരു അക്സെപ്റ്റൻസ് ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം ജിൻഡോയെ ഫേസ് ചെയ്യാനായിട്ട് റസ്മിനൊരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റസ്മിൻ ടോർച്ചർ ചെയ്തത് ജിൻഡോയാണ്. അപ്പോൾ അത്ര വെല്ലുവിളിച്ചാണ് ജിൻഡോയെ വെല്ലുവിളിച്ചാണ്. ഗബ്രിയും റസ്മിനും കൂടി വെല്ലുവിളിച്ചതാണ്. ജിൻഡോ ഇവിടെ നിന്ന് എലിമിനേറ്റായി പോകുന്ന അന്ന്, എവിക്റ്റായി പോകുന്ന അന്ന് അവർ ആഘോഷിക്കും, അവർ ജിൻഡോ പോയിട്ട് അവരവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജിൻഡോയുടെ മുന്നിൽ തോറ്റുപോയെന്നുള്ളൊരു കുറ്റബോധം റസ്മിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് ജിൻഡോയെ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ജിൻഡോയെ ഒരിക്കലും ഈ ഒരു പൊസിഷനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് റസ്മിൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നു അവസാനം വരെ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇറങ്ങി പോയതല്ലേ. എന്നാൽ ആ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും, ജിൻഡോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്നെ വെല്ലുവിളിച്ചല്ലേ നീ പോയി ഇനി കുറച്ചാൾ പുറത്തിരിക്കുന്നത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും ജിൻഡോ പുറത്ത് കളിച്ചിട്ടില്ല. എന്തായാലും ആ ഒരു സീനൊക്കെ നല്ല രസമായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടിയൊരു എപ്പിസോഡായിരുന്നു. വേറെ ഏത് കണ്ടസ്റ്റൻറ്റ് പോയാലും എനിക്ക് തോന്നുന്നു ഗബ്രി പുറത്തായപ്പോൾ പോലും എനിക്ക് ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. കാരണം ഗബ്രിയൊക്കെ പല സിറ്റുവേഷനിലും നമുക്ക് ആവശ്യത്തിനുള്ള കണ്ടന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ റസ്മിൻ എന്നുള്ളൊരു ക്യാരക്ടർ എന്ത് കണ്ടന്റാണ് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോ പിടിക്കുന്നവരുടെ ഇടയിൽ പോയിരുന്ന് അവരുടെ കണ്ടന്റ് ഊറ്റി കുടിച്ച് ജീവിച്ചിരുന്ന ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഇത്തിൽ കണ്ണിയായിരുന്നു. എല്ലായിടത്തും പോയിട്ട് കോമ്പോ എവിടെ ഉണ്ടോ അവിടെ റസ്മിൻ ഉണ്ട്. എന്തിനാണ് ആവശ്യമില്ല. ഇന്ന് തന്നെ മറ്റേ ലാസ്റ്റ് ആ വീഡിയോ കാണിക്കുന്ന ടൈമിൽ ഗബ്രിയും ജാസ്മിനും ഇരുന്ന് കോമ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
റസ്മിൻ പോയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ജാസ്മിൻ തേച്ച് വിടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വലിഞ്ഞു കയറി ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. വേറൊരാളുടെ കണ്ടന്റിൽ കയറിപ്പോയി കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അല്ലാണ്ട് സ്വന്തമായിട്ട് ഒറ്റ കണ്ടന്റും നേരെ കൊണ്ടുവന്നിട്ടില്ല. സ്വന്തമായിട്ട് കൊണ്ടുവന്നതാണെങ്കിലോ അട്ടർ നെഗറ്റീവും ഇതുപോലെ ആരെങ്കിലും മെക്കിട്ട് കയറുന്നത് അലമ്പാക്കുന്നത് ആയിട്ടുള്ള കണ്ടന്റുകൾ. അല്ലാണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് വരെ ആ ഒരു പുള്ളിക്കാരെ അതിൻ്റെ അടുത്ത് തന്നിട്ടില്ല. എങ്ങനെ ഇത്രയും ദിവസം അതിൻ്റെ അടുത്ത് നിന്നു എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത് തന്നെ വലിയ കാര്യം. അതാണ് അവരുടെ കഴിവെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും പോയി, ഒഴിയാവാതെ പോയി. എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തീർത്തുകൊണ്ട് എനിക്ക് കാര്യമായിട്ടുള്ള റിവ്യൂ ഒന്നും പറയാനില്ല. കാരണം ക്രിഞ്ചായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ക്രിഞ്ച് എപ്പിസോഡായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് അതിനും ഭീകരമായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവേ പറയാണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ നമുക്ക് ഒരു എവിക്ഷനെങ്കിലും കിട്ടി. ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ മാത്രമുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഒരു വീഡിയോ വേറെ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എവിക്ഷൻ, നമ്മൾ കാത്തിരുന്ന എവിക്ഷൻ ആയതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്നുള്ളൂ. എന്നാലും എടുത്ത് പറയാനുള്ള കണ്ടന്റുകളൊന്നുമില്ല. ഇനി എന്തായാലും ലൈവ് സ്റ്റാർട്ട് ചെയ്ത് പുതിയ പരിപാടികളൊക്കെ എല്ലാവരും ഇറക്കും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നാളെ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെ ബൈ.